വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെ വിശ്വവിഖ്യാതമായ ലോർഡ്സിൽ ഇന്ത്യ മൂന്നാം ഏകദിന മത്സരത്തിനിറങ്ങുമ്പോൾ രോഹിത് ശർമ്മയുടെ അവസാന മത്സരമായിരിക്കുമോ അത്? എങ്ങും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ടൂറിന് വേണ്ടി സ്ക്വാഡ് തയ്യാറാക്കപ്പെട്ട ഉടനെ തന്നെ രോഹിത് ശർമ്മയുടെ ഇക്കാര്യം ടീം മാനേജ്മെന്റ് അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കോച്ച് ഗൗതം ഗംഭീറും അഗാർക്കറും തന്നെ ഈ പരമ്പര അവസാനിച്ചാൽ ഉടനെ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ പല അഭിപ്രായങ്ങളാണ്. എന്തിന് രോഹിത് ശർമ്മ വിരമിക്കണം എന്ന് ഒരു കൂട്ടർ, രോഹിത് ശർമ്മ വിരമിക്കട്ടെ, അതുതന്നെയാണ് ശരിയായ നിലപാട്, യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കണം എന്ന് മറ്റൊരു കൂട്ടർ. അഭിപ്രായ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രോഹിത് ശർമ്മ 2007 ജൂണിലാണ് അയർലൻഡിനെതിരെ തൻ്റെ ആദ്യ മത്സരത്തിന് ഇന്ത്യൻ കുപ്പായം അണിയുന്നത്. ഇന്നേക്ക് 19 വർഷം പിന്നിട്ടു. 2027 വേൾഡ് കപ്പിൽ കൂടി പങ്കെടുത്ത് വിരമിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു രോഹിത് ശർമ്മ. തീർത്തും ന്യായമായ ഒരാവശ്യം തന്നെയാണ് രോഹിത് ശർമ്മ ഉന്നയിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ കൂടി പങ്കെടുത്തുകൊണ്ട് വിരമിക്കാനുള്ള അവസരം തനിക്ക് നീട്ടി നൽകണമെന്ന് രോഹിത് ശർമ്മ BCCIയോട് അഭ്യർത്ഥിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2024 ഇന്ത്യൻ T20 ടീമിൽ നിന്നും 2025 ടെസ്റ്റിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മ ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിനോടൊപ്പമുള്ളത്. ആ ഏകദിനത്തിൽ നിന്നുകൂടി വിരമിക്കാനാണ് ഇപ്പോൾ രോഹിത് ശർമ്മയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 2027 വേൾഡ് കപ്പ് വരുമ്പോൾ ആ ഒരു വേൾഡ് കപ്പിലേക്ക് വിരാട് കോഹ്ലിയോടുകൂടെ പരിചയസമ്പന്നനായ രോഹിത് ശർമ്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ക്രിക്കറ്റ് ആരാധകരിൽ ഏറെയും എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസും ഫോമും ഉണ്ടെങ്കിൽ ഇനിയും തുടരട്ടെ രോഹിത് ശർമ്മ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിനെതിരെ രോഹിത് ശർമ്മ വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദമേറെയാണ് അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ പരിചയസമ്പത്തും തൻ്റെ കഴിവും ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന മത്സരത്തിൽ പുറത്തെടുത്തുകൊണ്ട് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനായാൽ ഒരു പക്ഷേ നിലവിൽ മുന്നോട്ട് രോഹിത് ശർമ്മക്കുള്ള മാർഗങ്ങൾ എളുപ്പമായിരിക്കും എന്നതിൽ തർക്കമില്ല. 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിൽ 1-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അവസാന മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. ആര് വിജയിക്കുന്നുവോ അവർക്ക് പരമ്പര നേടാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് ഒരു മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് ഇംഗ്ലണ്ടിനെതിരെ അത്യുജ്വല വിജയം നേടി പരമ്പര പിടിച്ചു കഴിഞ്ഞാൽ 2027 വേൾഡ് കപ്പിൽ ഇടം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രോഹിത് ശർമ്മക്ക് അത് വളരെ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മികവുറ്റൊരു പ്രകടനത്തിന് വേണ്ടി തന്നെയായിരിക്കും രോഹിത് ശർമ്മ ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, വളരെ മോശം പ്രകടനമായിരുന്നു. 46 ബോളുകൾ നേരിട്ട് 26 റൺസ് മാത്രമാണ് നേടാൻ സാധ്യമായിരുന്നത്. അന്ന് ആ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, അയാളുടെ ടൈമിംഗ് നഷ്ടപ്പെട്ടിരിക്കുന്നു, കണക്ഷൻ ലഭിക്കുന്നില്ല, കാണികളെ ത്രസിപ്പിക്കുന്ന മനോഹരമായ പുൾ ഷോട്ടുകൾ, അതെല്ലാം നഷ്ടപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു അന്ന് നമ്മൾ കണ്ടത്. തൻ്റെ പഴയ പ്രതാപകാലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനങ്ങൾക്കുള്ള വ്യക്തമായൊരു മറുപടി നൽകാനുള്ള അവസരം തന്നെയാണ് മൂന്നാം ഏകദിന മത്സരത്തിൽ ലോർഡ്സിൻ്റെ കളിമൈതാനത്ത് രോഹിത് ശർമ്മയ്ക്ക് ലഭിക്കുന്നത്. ആ ഒരു അവസരം മുതലെടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധ്യമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മത്സരം വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യക്ക് പരമ്പര നേടാനും അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.